ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നല്ല ക്രിസ്പി മസാല ദോശ ഉണ്ടാക്കിയാലോ? എപ്പോഴും നമുക്ക് പുറത്തു പോയി മസാല ദോശ കഴിക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് മസാല ദോശ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകണം, തൊലിയോടെ ഉപയോഗിക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് വേണം വേവിക്കാൻ വെക്കാൻ. അതിനായിട്ട് കുറച്ച് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഞാനിവിടെ 5 മുതൽ 6 ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ദോശയുടെ എണ്ണത്തിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഓരോ കുക്കറിനും ഓരോ വിസിലായിരിക്കും വെന്ത് വരാനായിട്ട്. എനിക്കിവിടെ 3 വിസിലാണ് ഇത് വെന്ത് വരാനായിട്ട് എടുത്തിട്ടുള്ളത്. 1 ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടാണ് ഞാൻ വേവിച്ചേക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഉൾവശം വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ആറിയിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ തൊലി മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ നേരത്തെ നമുക്ക് സവാള കുനുകുന അരിഞ്ഞെടുക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞാലേ അവർ കഴിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതെടുത്ത് മാറ്റി വയ്ക്കും. നന്നായിട്ട് കുനുകുന അരിഞ്ഞ സവാള ഒരെണ്ണം. അതിനുശേഷം നമുക്ക് പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക. നമുക്ക് കടലപ്പരിപ്പോ ഉഴുന്നോ ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കായിട്ടായതുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളകൊന്നും ഞാൻ ചേർക്കുന്നില്ല. കുട്ടികൾക്കായതുകൊണ്ടാണ്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. കാരണം മുളക് പൊടി ഇതിനകത്ത് ചേർക്കത്തുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നന്നായിട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറിലൊന്നും വഴണ്ട് വരണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വരിക. ഞാൻ നമ്മുടെ പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. നമുക്ക് ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ മാഷർ വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും നന്നായിട്ട് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇത് രണ്ടും മിക്സ് ആവാത്ത പോലെ തോന്നും, ഇത് രണ്ടായിട്ട് കിടക്കുന്ന പോലെ തോന്നും. നമുക്ക് അപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ചൊന്നും വേവിക്കണ്ട, ഒന്ന് ജസ്റ്റ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഉടച്ച് നല്ല വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് നമ്മുടെ മസാല ഈ ആര്യസിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല മസാലയുടെ കൺസിസ്റ്റൻസിയിൽ തന്നെ അത് കിട്ടും. ടേസ്റ്റും അതുപോലെ തന്നെ ആയിരിക്കും. അതിനകത്ത് ലാസ്റ്റായിട്ട് വേറെ മസാലകളൊന്നും ചേർക്കത്തില്ലല്ലേ? മസാല ദോശയ്ക്കകത്ത് അഡീഷണൽ വേറെ ഒന്നും തന്നെ ചേർക്കത്തില്ല. ജസ്റ്റ് കുറച്ച് മസാലയും ഗരം മസാലയും ദെൻ കറിവേപ്പിലയിട്ട് നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാം. കറിവേപ്പില മല്ലിയില ഉള്ളവർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ആഡ് ചെയ്യാം. നമ്മൾ ഹോട്ടലിലൊക്കെ ചിലപ്പോൾ മല്ലിയില കാണും. മല്ലിയില ഉള്ളവർക്ക് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ആറാനായിട്ട് വയ്ക്കാം. ആ നേരത്തെ നമ്മുടെ ആദ്യക്കുട്ടൻ വന്നിട്ടുണ്ട്. അവനായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ബാറ്റർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ല. നോർമൽ ദോശയുടെ ബാറ്ററാണ് നമ്മൾ ഇതിനായിട്ടും ഉപയോഗിക്കുന്നത്. അതിനായിട്ട് അതിനകത്ത് ഈ മസാല കുറച്ച് വെച്ചിട്ട് നല്ല അടച്ചു വയ്ക്കും. നല്ല ക്രിസ്പി, കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ദോശയാണ്. നമുക്ക് ആദ്യക്കുട്ടനെ കൊണ്ട് കൊടുക്കാം. അടിപൊളി എന്ന് പറയുന്ന കേട്ടില്ലേ? നിങ്ങളുടെ കുട്ടികൾക്കുണ്ടായി